അതിൽ തന്നെ കോൺഗ്രസ് ഇത്ര വലിയൊരു പരാജയം നേരിടുന്നു എന്ന് പറയുന്നത് അവിശ്വസനീയമാണ്. പക്ഷെ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഇന്ത്യ സഖ്യം നേരിടുന്ന ഈ പരാജയത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും കോൺഗ്രസ് തന്നെ ചുമലിലേറ്റണം എന്നുള്ളത് അത് ശരിയായ ഒരു വാദമല്ല. അങ്ങനെ ഒരു നരേറ്റീവ്, അങ്ങനെ ഒരു വ്യവഹാരം തൽപരകക്ഷികൾ ഉണ്ടാക്കും. സ്വാഭാവികമായിട്ടും ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ഇടതുപക്ഷം ഉണ്ടാക്കും, നാഷണൽ ലെവലിലാണെങ്കിൽ BJP ഉണ്ടാക്കും. കാരണം കോൺഗ്രസ് ദുർബലപ്പെടുക എന്നുള്ളത് രണ്ട് പേഴ്സ്പെക്റ്റീവിൽ അല്ലെങ്കിൽ രണ്ട് തലത്തിൽ രണ്ടുപേർക്കും ആവശ്യമുള്ള സംഗതിയാണ്. പക്ഷേ എങ്ങനെയാണത് കോൺഗ്രസിൻ്റെ മാത്രം ഉത്തരവാദിത്തമാകുന്നതിൽ, കോൺഗ്രസിൻ്റെ പരാജയമാകുന്നത് മനസ്സിലാവുന്നില്ല. ഒന്ന്, കോൺഗ്രസ് പ്രവർത്തിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു SIRൻ്റെ വിഷയമാണെങ്കിലും കൃത്യമായി ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞു, വോട്ട് ചോരി വിഷയമാണെങ്കിലും കൃത്യമായി ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞു. കോൺഗ്രസിൻ്റെ നേതൃത്വം, അതായത് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ, LOP രാഹുൽ ഗാന്ധി, കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, വർക്കിംഗ് കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, ഇങ്ങനെ തുടങ്ങി വലിയൊരു നാഷണൽ ലീഡേഴ്സിൻ്റെ പട ദിവസങ്ങളോളം ബീഹാറിൽ ക്യാമ്പ് ചെയ്തിട്ടാണ് വോട്ടറധികാര യാത്രയാവട്ടെ, ഇലക്ഷൻ പ്രചരണമാവട്ടെ നടത്തിയിട്ടുള്ളത്, ഏകോപിപ്പിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ കോൺഗ്രസ് 60 സീറ്റ് വാങ്ങിച്ചതാണ് ഒരു പ്രശ്നം എന്നൊരാൾ പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്കത് സമ്മതിച്ചു കൊടുക്കാൻ കഴിയുക? കാരണം കോൺഗ്രസിന് 60 സീറ്റ് ചോദിക്കുന്നതിൽ, 61 സീറ്റ് ചോദിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഒന്ന്, കോൺഗ്രസ് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ കുറവാണ് ചോദിക്കുന്നത്, അതൊന്ന്. രണ്ടാമത്തത്, ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുത്തു നോക്കാം. ഇന്ത്യ സഖ്യത്തിലെ മികച്ച സ്ട്രൈക്ക് റേറ്റ് ഉള്ളത് കോൺഗ്രസിനാണ്. 20 ജില്ലാ സീറ്റുകളിൽ മത്സരിച്ച പാർട്ടിയാണ് നമ്മുടെ RJD. അവരാകെ ജയിച്ചത് 4 സീറ്റിലാണ്. കോൺഗ്രസ് ആകെ മത്സരിച്ച 9 സീറ്റിലാണ് 3 ജയിച്ചു. അങ്ങനെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഭേദപ്പെട്ട പ്രകടനം ബീഹാറിൽ ഇന്ത്യ സഖ്യത്തിനടക്കുണ്ടാവുന്നത് കോൺഗ്രസിനാണ്. ഇത് മാത്രമല്ല, വോട്ടർ അധികാര യാത്ര കൊണ്ടുവന്ന് ഈ ബീഹാറിലെ ഗ്രാമീണ മേഖലയെ അടക്കം ഇളക്കിമറിക്കാൻ, ഗ്രാമീണ നഗര മേഖലകളെ ഇളക്കിമറിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മൂവ്മെൻറ്റ് കഴിയുന്ന സമയത്ത് കോൺഗ്രസിന് സ്വാഭാവികമായിട്ടും മുന്നണിയിൽ കൂടുതൽ സീറ്റുകൾ ചോദിക്കാം. അത് പിന്നെ ഒരു കക്ഷി എന്ന നിലയ്ക്ക്, ഒരു മുന്നണിയിലെ കക്ഷി എന്ന നിലയ്ക്ക് അവരുടെ അവകാശമാണ്. അതിന് നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം വിപരീതമാകുമ്പോൾ കോൺഗ്രസ് ചെയ്തത് ശരിയായില്ല എന്ന് കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.